പ്രഭാസ് നായകനായി എത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കൽക്കി 2898 ADയുടെ തുടർഭാഗത്തിൽ ഇനി ദീപിക പദുക്കോൺ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ. ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ തങ്ങൾ വഴിപിരിയുകയാണെന്നും അത് തീരുമാനിച്ചിരിക്കുകയാണെന്നും വരാനിരിക്കുന്ന ഭാഗത്ത് ദീപിക പദുക്കോൺ ഉണ്ടായിരിക്കില്ല എന്നും ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് സുമതി എന്ന നായിക കഥാപാത്രമായി എത്തിയത് ദീപിക പദുക്കോൺ ആയിരുന്നു. ചിത്രത്തിൽ ഇനി അവർ ഉണ്ടാകില്ല എന്ന് കാണിച്ച് അവർ പങ്കുവച്ച കുറിപ്പ് എങ്ങനെയായിരുന്നു: കൽക്കി 2898 ADയുടെ വരാനിരിക്കുന്ന ഒരു സീനിലും നടി ദീപിക പദുക്കോൺ ഭാഗമാകില്ല എന്നും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവമായ ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചു. ആദ്യ സിനിമ നിർമ്മിക്കുന്നതിനുടനീളം നീണ്ട യാത്രയിൽ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ പങ്കാളിത്തം പഴയതുപോലെ തുടരാൻ കഴിഞ്ഞില്ല. കൽക്കി 2898 AD പോലുള്ള ഒരു സിനിമ ഇതിലും കൂടുതൽ പ്രതിബദ്ധതയും പരിഗണനയും അർഹിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദീപികയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതായിരുന്നു ആ കുറിപ്പിലെ ഏതാനും പ്രധാന വരികൾ എന്ന് പറയുന്നത്. അമിതാഭ് ബച്ചൻ, പ്രഭാസ്, ദീപിക പദുക്കോൺ, കമൽ ഹാസൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കൽക്കി 2898 AD എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി അന്നു മുതൽ ആരാധകർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് നേടിയിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് സുമതി, അശ്വത്ഥാമ എന്നിവരുടെ പശ്ചാത്തല കഥയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ദീപിക സിനിമയിൽ നിന്നും പിന്മാറാൻ കാരണം എന്താണെന്ന് ഇതുവരെയും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ സിനിമാ സെറ്റിലെ ജോലി സമയത്തെ ചൊല്ലി ദീപിക ഉന്നയിച്ച നിർദ്ദേശങ്ങൾ വളരെ വിവാദമായിരുന്നു. ദീപികയുടെ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകാതെ സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ നിന്നും ദീപികയെ ഒഴിവാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കൽക്കി സെറ്റിലും കുറഞ്ഞ ജോലി സമയം നടി ചോദിച്ചുവെന്ന് ഇത് തർക്കത്തിന് കാരണമായുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതേ തുടർന്നാണ് നടിയെ സിനിമയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ശരിയായിട്ടുള്ള കാരണം ആരും തന്നെ ഔദ്യോഗികമായി ഇതുവരെയും പറഞ്ഞിട്ടില്ല.